കിടക്കുമ്പോഴാണ് ഈ UDF-കാരെ ഈ നാട്ടിൽ വന്ന് പറയുന്നത് ഇവിടെയൊന്നും നടക്കുന്നില്ല, ഇവിടെ LDF ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നത്. മാനന്തവാടി പട്ടണത്തിൽ പോകുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പേരിയിൽ നിന്ന് തുടങ്ങുന്ന മാനന്തവാടി പോസ്റ്റ് ഓഫീസ് വരെ എത്തിച്ചേരുന്ന 27 കിലോമീറ്റർ വരുന്ന റോഡ് ഏറ്റവും മനോഹരമായി നവീകരിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കാതിരിക്കുകയാണ്. വാളാട് പ്രദേശത്ത് പുലിക്കാട്ട് കടവ് പാലം, വാളാട് അമ്പലക്കടവ് പാലം പ്രിയപ്പെട്ടവരെ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാതിരിക്കുന്നു. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പാലം മാനന്തവാടി വള്ളിയൂർക്കാവിൽ ഏകദേശം 275 മീറ്റർ ദൂരം വരുന്ന വയനാട്ടിലെ ഏറ്റവും വലിയ പാലം മാനന്തവാടി വള്ളിയൂർക്കാവിൽ അതിവേഗം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇടതുപക്ഷത്തിന്റെ വികസനം മാനന്തവാടിയിലും കേരളത്തിലും വയനാട്ടിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വെറുതെ പറയുന്നതല്ല. മാനന്തവാടി കൈതക്കൽ റോഡ്, മാനന്തവാടി മൈസൂർ റോഡ്, മാനന്തവാടി ചുട്ടക്കടവ് റോഡ്, മാനന്തവാടി ജെസ്സി റോഡ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എണ്ണി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള ഈ പദ്ധതികളെല്ലാം ക്രിയാത്മകമായി നടപ്പാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എണ്ണി പറയുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ വലിയ നുണപ്രചരണം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് UDF. എഞ്ചിനീയറിംഗ് കോളേജ്, BEd കോളേജ്, PK കോളേജ്, ഗവൺമെന്റ് കോളേജ്, മേരിമാതാ കോളേജ്, നസാരിയ കോളേജ്, ഈ എല്ലാ കോളേജിനും കോഴ്സ് കൊടുത്തു. അവിടെ ഗവൺമെന്റ് കോളേജ് എന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജ് എന്നോ നോക്കാതെ എല്ലാ കോളേജിനും നമ്മൾ 2ഉം 3ഉം പുതിയ കോഴ്സുകൾ കൊടുത്തു. എന്തിനാ കോഴ്സ് കൊടുത്തത്? നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിച്ച് വളരട്ടെ. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് ഇവിടെ ഒന്നും നടന്നില്ല, ഇതാ ഒരു പുതിയ യുഗം, അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. അവര് പുതിയ യുഗത്തിന് വേണ്ടി ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? 18 മാസക്കാലത്തെ പെൻഷൻ തടഞ്ഞു വെച്ച് കൊടുക്കാതെ ഇരുന്ന് അത് കൊടുക്കാനായിട്ട് LDF അധികാരത്തിന് വരേണ്ടി വന്ന് ആ പെൻഷൻ വർദ്ധിപ്പിച്ച് 2000 ആക്കാൻ ഈ LDF അധികാരത്തിന് വരേണ്ടി വന്ന് എന്നിട്ട് പറയുകയാണ് പുതിയ യുഗ യാത്ര നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം നടപ്പാക്കും. പാവപ്പെട്ട ആൾക്കാരുടെ 600 രൂപ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ ശേഷിയില്ലാത്ത ഈ UDF ആണ് അധികാരത്തിൽ വന്നിട്ട് ഞങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയല്ലേ അവരുടെ കാലത്ത് നടന്നിട്ടുള്ളത്? അന്ന് UDF-ന്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകം കൊടുത്തോ? ഓണപ്പരീക്ഷയായി, ക്രിസ്മസ് പരീക്ഷയായി, പുതുപരീക്ഷയായി കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകമില്ല. അവസാനം പാവപ്പെട്ട കുട്ടികൾ മറ്റു കുട്ടികളുടെ ഒക്കെ ഫോട്ടോ കോപ്പി എടുത്ത് പഠിച്ച് പരീക്ഷ എഴുതിയ ചരിത്രം പ്രിയപ്പെട്ടവരെ ഈ UDF-ന്റെ കാലത്തല്ലേ? ഇതാണ് UDF-ന്റെ ഭരണകാലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോ, UDF അധികാരത്തിലിരിക്കുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതി ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയത് എല്ലാവരും മറന്നുപോയിട്ടുണ്ടാവും. ആ UDF-ന്റെ കാലത്ത് ഒരു തരത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. അവരന്ന് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഭവന പദ്ധതി ആരംഭിക്കും. പക്ഷെ അധികാരത്തിൽ വന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. ആ 5 വർഷക്കാലം ഏതെങ്കിലും തരത്തിലുള്ള ഭവന പദ്ധതി ഈ കേരളത്തിൽ നടപ്പാക്കിയോ? നടപ്പാക്കിയിട്ടില്ലല്ലോ. പക്ഷേ ആ ഭവന പദ്ധതി തുടരാനും ഏറ്റെടുക്കാനും 2016-ൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരേണ്ടി വന്നു. അങ്ങനെ വന്നിട്ടല്ലേ പ്രിയപ്പെട്ടവരെ ലൈഫ് പദ്ധതിക്ക് രൂപം കൊടുത്തത്. ആ ലൈഫ് ഭവന പ്രകാരമല്ലേ ഇന്ന് കേരളത്തിൽ 5 ലക്ഷത്തോളം കുടുംബത്തിന് വീട് കൊടുത്തത്. ഇനിയും ഒട്ടനവധി ആൾക്കാർക്ക് വീട് കൊടുക്കാനുണ്ട്. ലൈഫ് ഭവന പദ്ധതി ഈ ഗവൺമെന്റ് തുടരുകയാണ്. ഇങ്ങനെ ഭരണം കിട്ടിയപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാതെ ജനങ്ങളെ കഷ്ടത്തിലാക്കിയിട്ട് ഇപ്പൊ പറയാ പുതിയ യാത്ര നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇവിടെ സ്വർഗം തീർക്കുമെന്ന് പറയുന്നത്. ഇതാണ് UDF ഈ നാട്ടിൽ പറയുന്നത്. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കും. തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് നമ്മുടെ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് ഒട്ടുക്കും നട്ടാൽ മുളയ്ക്കാത്ത നുണയാണ് UDF അഴിച്ചുവിട്ടത്. അതിലെ 2 നുണ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ, ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ മനസ്സിനെ കലുഷിതമാക്കാൻ, ഒരു വിശ്വാസത്തെ കലുഷിതമാക്കാൻ, ഒരു സമുദായത്തെ വർഗീയവൽക്കരിക്കാൻ UDF നടത്തിയിട്ടുള്ള ഈ കൊടും ചതി, കൊടും വഞ്ചന ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കണം, തിരിച്ചറിയണം, ആ തെറ്റ് തിരുത്തണം എന്നുകൂടി ഈ ജാഥയിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് പറയുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പറഞ്ഞുണ്ടാക്കിയത് എന്താണ്? എല്ലാ മുസ്ലിം വീടുകളിലേക്കും പോയിട്ട് പറയാണ്, അന്തിക്ക് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഈ പദ്ധതി നടപ്പാക്കുന്നത് പിണറായി വിജയനാണ്. ഈ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും നാട് കടത്താനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങൾ LDF-നെതിരായിട്ട് വോട്ട് ചെയ്യണം. വീട് വീടാന്തര കയറി പറഞ്ഞു, ഫോൺ മെസ്സേജ് കൊടുത്തു, വാട്സപ്പ് വഴി കൊടുത്തു, ഫേസ്ബുക്ക് വഴി കൊടുത്തു. ഇങ്ങനെയൊരു നമ്മുടെ സമൂഹത്തിൽ വർഗീയ വിഷം കലർത്തിയ UDF-നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. പ്രിയപ്പെട്ടവരെ, തീവ്ര വോട്ടർ പട്ടിക പരിചരണം എന്ന് പറയുന്നത് എന്താ? കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഇന്ത്യയിലെ 29 സംസ്ഥാനത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഏത് സംസ്ഥാനത്താണ് ഇതിന് എതിർപ്പ് പ്രകടിപ്പിക്കാത്തത്? കേരള സംസ്ഥാനം പ്രകടിപ്പിച്ചിട്ടില്ല, തമിഴ്നാട് പ്രകടിപ്പിച്ചിട്ടില്ല, പശ്ചിമ ബംഗാൾ പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് പാടില്ല. അതിശക്തമായിട്ട് ഈ കാര്യങ്ങളെ എതിർത്തവരാണ് കേരളത്തിലെ പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും. ഈ രാജ്യത്തെ പൗരത്വ ബില്ല് കൊണ്ടുവന്നതും അത് നടപ്പാക്കാൻ ശ്രമിച്ചതായ പിണറായി വിജയനാണോ? അത് ഇടതുപക്ഷമാണോ? അത് കേന്ദ്ര ഗവൺമെന്റിലെ RSS ഗവൺമെന്റിലെ ആ ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പൗരത്വ ബില്ലിന്റെ മറ്റൊരു വശമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഈ കാര്യത്തെയാണ് കേരളത്തെ ഇടതുപക്ഷത്തിനെതിരെ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കള്ളപ്രചരണം, 4 വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി നാടിൽ കലുഷിതമാക്കി, നാട്ടിൽ വർഗീയ വിഷം ചീറ്റുന്ന കുപ്രചരണങ്ങൾ നടത്തി UDF വോട്ട് പിടിച്ചത്. ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറിയേ മതിയോ? എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടി സാധിക്കണം. ഇതാണ് SIR സംബന്ധിച്ച് ഈ അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുക്കളുടെ വീട്ടിലും പോയിട്ടും ഈ ജാതി കുറെ കാര്യങ്ങൾ പറഞ്ഞു വരും.
ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് എന്താ പറയുന്നത്? 4 വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി പറയുന്നത് എന്താ? ശബരിമലയിലെ സ്വർണമെല്ലാം പിണറായി വിജയൻ കട്ടുകൊണ്ടുപോയി, എല്ലാം പിണറായി വിജയൻ അടിച്ചുകൊണ്ടുപോയി. ഈ ഗവൺമെന്റ് ഹിന്ദു വിശ്വാസത്തിനെതിരാണ് അല്ലേ? ഇതല്ലേ കോൺഗ്രസ്സുകാര് ആ വോട്ടിന്റെ സമയത്ത് ഹിന്ദു വീടുകളിൽ പോയി പറഞ്ഞത്? SIR പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വിട്ടു പോവുക, ശബരിമല പറഞ്ഞ ഹിന്ദുക്കളെ വിട്ടു പോവുക. പ്രിയപ്പെട്ടവരെ, ശബരിമലയിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ശബരിമലയിലെ സ്വർണം ആരാണ് കൊണ്ടുപോയത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. അയ്യപ്പനെ 4 നേരം പൂജിക്കുന്ന അല്ലേ? അയ്യപ്പനെ 4 നേരം പൂജിക്കുകയും അയ്യപ്പനോട് ചേർന്ന് നിൽക്കുകയും ദൈവ തുല്യനുമായിട്ടുള്ള തന്ത്രിയാണല്ലോ ഈ സ്വർണമെല്ലാം കണ്ടുപോയത്. സ്വർണ്ണ കൊടിമരം കണ്ടുപിടിച്ചത് എവിടെ? സ്വർണ്ണ കുതിരയെ കണ്ടെടുത്തത് എവിടെന്ന്? ഈ തന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ലല്ലോ, ഇടതുപക്ഷക്കാരനൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വർണം കൊണ്ടുപോയത് തന്ത്രിയാണ്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. സ്വർണ്ണ പ്രശ്നം വെക്കുകയാണ്, ശബരിമലയിലെ സ്വർണ്ണ പ്രശ്നം വെക്കുകയാണ്. തന്ത്രി പറയാണ് സ്വർണ്ണ പ്രശ്നം വെക്കണം. ഞാൻ ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തന്ത്രി പറയാണ് സ്വർണ്ണ പ്രശ്നം വെക്കണം ശബരിമലയിൽ. എന്താ? ഞാൻ അവിടെ അയ്യപ്പനെ പൂജിക്കുന്നുണ്ട് 4 നേരം, എന്റെ പൂജ അങ്ങോട്ട് ശരിയാവുന്നില്ല, അയ്യപ്പൻ അങ്ങോട്ട് യേശുന്നില്ല, എന്റെ പൂജ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ കളങ്കം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ സ്വർണ്ണ പ്രശ്നം വെക്കണം. ശരി, ആയിക്കോട്ടെ, വിശ്വാസമാണല്ലോ ഏറ്റവും വലുത്. അങ്ങനെ സ്വർണ്ണ പ്രശ്നം വെച്ച് ശബരിമലയിൽ സ്വർണ്ണ പ്രശ്നം വെച്ച് സ്വർണ്ണ പ്രശ്നത്തിൽ കുറെ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. എന്താ തെളിഞ്ഞു വന്നത്? അയ്യപ്പന്റെ സ്വർണ്ണ കൊടിമരം എല്ലാം ചെതലെടുത്ത് അശുദ്ധമായി. അതുകൊണ്ട് ആ സ്വർണ്ണ കൊടിമരം പൊളിച്ചു പണിയണം. ഈ സ്വർണ്ണ പ്രശ്നത്തിൽ വിശ്വാസപരമായി കാര്യങ്ങൾ വന്നാല് പ്രിയപ്പെട്ടവരെ, വിശ്വാസപരമായി നമുക്കത് എതിർക്കാൻ പറ്റുമോ? ആർക്കത് എതിർക്കാൻ പറ്റുക? ഒരാൾക്കും അതിനെ എതിർക്കാൻ പറ്റൂല. വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന്റെ ആളല്ല പറയുന്നത്. അവസാനം സ്വർണ്ണ കൊടിമരം പൊളിച്ച്, സ്വർണ്ണ കുതിരയെ പൊളിച്ച്, അവസാനത്തിന് തന്ത്രിയെ വീട്ടിൽ കൊണ്ടുവച്ച്, വിഷയം വന്നപ്പോ ഇതെല്ലാം തന്ത്രിയെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത്, അവസാനം പിന്നെ ഇത് എങ്ങോട്ട് പോയി നോക്കുമ്പോ സോണിയാഗാന്ധിന്റെ ഒരു ചിത്രം കാണുന്നു, അടൂർ പ്രകാശിന്റെ ഒരു ചിത്രം കാണുന്നു. ഇപ്പൊ എന്താ പാടാത്തത്? UDF അല്ലെ? UDF പാടട്ടെ, ഇപ്പൊ പാടണ്ടേ? പോറ്റിയത് കയറ്റിയത് ആരാന്ന് പറയണ്ടേ? ഇപ്പൊ എന്താ അവർക്ക് വായി മുട്ടിയതിപ്പോ? പ്രിയപ്പെട്ടവരെ, ഈ കാര്യം പറഞ്ഞു വന്നത് ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഈ കാര്യം പറഞ്ഞ് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച്, SIR കാര്യം പറഞ്ഞ് മുസ്ലിങ്ങളെ തെറ്റിച്ച്, എന്നിട്ട് എങ്ങനെങ്കിലും വർഗീയ വിദ്വേഷമുണ്ടാക്കി ഈ കേരളത്തിലെ ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കി എങ്ങനെങ്കിലും 10 വർഷത്തെ ക്ഷീണം തീർക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക കേരളമാണ് നമ്മുടെ കേരളം. ഈ സാംസ്കാരിക കേരളത്തെ അതേപോലെ നിലനിർത്താനും നമ്മുടെ സംസ്ഥാനത്തിന്റെ മതേതരത്വവും നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനാധിപത്യവും നമ്മുടെ സംസ്ഥാനത്തെ ആതിഥ്യ മര്യാദയും നമ്മുടെ സംസ്ഥാനത്തെ വിശ്വാസവും നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മതസംരക്ഷണവും എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം കൂടെ പിന്നിടാൻ വേണ്ടി പോകുന്നത്. ഇപ്പോ ഈ സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് എന്തു പറയുന്നത്, ഈ കേരളത്തിൽ ഒരു തരത്തിലുള്ള ഒരു വർഗീയ വിദ്വേഷം ഈ 10 വർഷക്കാലമായിട്ട് കേരളത്തിലുണ്ടായി. ഈ 10 വർഷക്കാലം
മതപരമായിട്ട്, ജാതിപരമായിട്ട്, വിശ്വാസപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ കലാപം ഈ സംസ്ഥാനത്തുണ്ടായി? ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ അവര് ബോർഡ് വെച്ച് പ്രചരിപ്പിക്കുന്നത് എന്താണ്? ഈ സംസ്ഥാനത്ത് വർഗീയ കലാപം നടന്ന